പാല് കാച്ചലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. അപ്പം നമുക്ക് ഈ വീടിനെ മൊത്തമായിട്ടൊന്ന് കാണണ്ടേ? അപ്പോൾ നമുക്ക് ഈ വീടൊന്ന് കാണാം കേട്ടോ. അപ്പോൾ ഒരു 4 സെൻറ്റിലാണ് കേട്ടോ ഈ ഒരു വീട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. മുൻപ് തന്നെ നല്ല ഒരു കുഞ്ഞു കിണറും ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ എന്താ പറയുക, ആ ഒരു പ്ലാന്റും വെച്ചിട്ടുണ്ട്. ഷോ വാളിലൊക്കെ ഇങ്ങനെ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഇത്രയ്ക്ക് സ്ഥലമാണ് കേട്ടോ. അപ്പുറം സൈഡിലും ഉണ്ട് ഇതേപോലെ സ്ഥലം. പിന്നെ ഇങ്ങനെ ലൈറ്റും കാര്യമൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നീണ്ടൊരു സിറ്റ് ഔട്ടാണ് കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ നീണ്ട് കിടക്കുന്ന ഒരു സിറ്റ് ഔട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 വശത്തും തന്നെ തിണ്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് ആളുകൾക്കൊക്കെ ഇരിക്കാൻ നല്ലൊരു സുഖമാണ്. അപ്പോൾ നമുക്ക് അകത്തേക്കോട്ട് കയറാം. കണ്ടോ, ഇങ്ങനെ ഒരു അമ്മയും ഒരു കുഞ്ഞും എന്നുള്ള രീതിയിലാണ് ഡോറൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ എൽ ഷേപ്പിലൊരു സോഫ സെറ്റിങ് ഇട്ടിട്ടുണ്ട് ഹാളിൽ തന്നെ. ചെന്ന് കയറുന്നതിന് നമുക്ക് ഹാളിക്കാം കേട്ടോ. പിന്നെ അവിടെ തന്നെ TV യൂണിറ്റ് ഉണ്ട്, നല്ല ഭംഗിയിൽ അതും തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു ചെറിയൊരു ട്രോഫിയും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം അതും നല്ല ഭംഗിയിൽ, ഒന്നും ഓവറാവാതെ ഒക്കെ മിനിമലായിട്ടുള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ആ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ നല്ലൊരു ഭംഗി. എൻ്റെ കണ്ണ് വേഗം പോയത് നമ്മൾ ഈ CC പ്ലാന്റിലാട്ടോ. എനിക്ക് ഇതൊക്കെ വലിയ ക്രേസുള്ള ഒരാളാണ്, ഇങ്ങനെ പ്ലാന്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളത്. ഹാളിലും പിന്നെ അതുപോലെ സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് കേട്ടോ വാഷ് ബേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും തന്നെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ ഒരു മിറർ വരാണ്ട്. അപ്പോൾ അതെന്തായാലും ഇപ്പോൾ ചെയ്തിട്ടില്ല, കുറച്ച് കഴിയുമ്പോൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് ചെയ്യാനുള്ള ടൈമും കാര്യം കിട്ടാത്തതുകൊണ്ടാവും. പിന്നെ അതിൻ്റെ താഴെ തന്നെ കുറേ സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള ഒരു ഷോക്കേസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് പിന്നെ ഹാളിൽ നിന്നുള്ള ഫസ്റ്റ് ബെഡ്റൂം, അതായത് മാസ്റ്റർ ബെഡ്റൂമാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പം അതും തന്നെ നല്ല ഭംഗിയിൽ ഒരു വലിയൊരു കർട്ടനൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വലിയൊരു കർട്ടൻ വന്നു കഴിഞ്ഞാൽ തന്നെ ആ റൂമിന് ഒന്നും കൂടെ ഒരു വലിയൊരു റൂമാണെന്നുള്ളൊരു ഫീലൊക്കെ തോന്നും കേട്ടോ. പിന്നെ ബെഡിൻ്റെ കണക്കും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എന്തായാലും അവിടുത്തെ ഏട്ടൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഏട്ടൻ ഇതിൻ്റെയൊക്കെ പണി ചെയ്യുന്ന ആളാണ്, അപ്പോൾ ഓരെന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇതാ സ്ലൈഡിങ് ഡോറാണ് കേട്ടോ ഷോക്കേസിലൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും തന്നെ അതൊക്കെ ഇതിൻ്റെ ഇങ്ങനത്തെ പണികളൊക്കെ, മരപ്പണികളും കാര്യങ്ങളൊക്കെ ഈ വീടിൻ്റെ ഉടമസ്ഥൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആ ഡോറ് നീക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ബാത്റൂമും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു സ്ലൈഡിങ് ഡോറ് ക്ലോസ് ചെയ്താൽ അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് എന്നുള്ളൊരു ഫീല് കിട്ടൂല. അപ്പോൾ അത് അറിയാത്ത രീതിയിലാണ് അതങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതെന്തായാലും സൂപ്പറായി. അപ്പോൾ നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം. ഇതാണ് ഒരു റൂം. അപ്പോൾ താഴെ 2 ബെഡ്റൂമുണ്ട്. അപ്പോൾ 2 റൂമിലേക്കുള്ള പാസ് ചെയ്യുന്ന ഏരിയയും നമ്മൾ ഹാളം തന്നെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ റൂമിൽ തന്നെ ഇതേപോലെ ഷോക്കേസും കാര്യങ്ങളും, പിന്നെ ഒരു സ്റ്റഡി ടേബിൾ, പിന്നെ അതുപോലെ ഒരു മേക്കപ്പ് ചെയ്യാനുള്ള ഒരു ഏരിയയും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് ഞാനും ഒന്ന് ഹായ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഒന്ന് കണ്ടോളേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻറ്റ് രേഖപ്പെടുത്തുക, പിന്നെ അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. പിന്നെ നേരെ ഹാളിൽ നിന്ന് പോണത് നമ്മൾ ഡൈനിങ് റൂമിലേക്കാട്ടോ. ഹാളിൽ നിന്നൊരു ചെറിയൊരു സെപ്പറേഷൻ കൊടുത്തിട്ട് അവിടെയാണ് സെപ്പറേറ്റ് ആയിട്ടാണ് ഇങ്ങനെ ഒരു ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ടേബിളും ചെയറും ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായതുകൊണ്ട് തന്നെ ആ ഒരു അതിക്ക് പറ്റിയ ആ ഒരു വീടിന് ഒന്നും കൂടെ ഭംഗി കൂട്ടുന്നുണ്ട് ആ ഒരു ടേബിള്. അപ്പോൾ സ്ഥലപരിമിതി കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഇങ്ങനൊരു ടേബിൾ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു ഫീലും തോന്നും. പിന്നെ ഹാളിൻ്റെ ആ ഒരു ഡൈനിങ്ങിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഇങ്ങനൊരു സ്റ്റോറേജ് റൂമും കൂടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതൊന്നും ശരിക്ക് അറേഞ്ച് ചെയ്യാനുള്ള ടൈമും കാര്യം കിട്ടിയിട്ടില്ല, ഒരിക്കലും കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ നമ്മൾ നേരെ പോണത് കിച്ചണിലേക്കാണ് കേട്ടോ. ഡൈനിങ്ങിൻ്റെ നേരെ അടുത്തായിട്ട് തന്നെയാണ് കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്താ പറയുക, നമ്മൾ ഗ്യാസ് സ്റ്റൗ ഉണ്ട്, വാഷ് ബേസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ വിറകടുപ്പും കൂടെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ഫീൽ തോന്നിയത് കുറച്ചും കൂടി സ്ഥലം വേണം, കാരണം 2-3 ആൾക്കാർ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നിന്ന് തിരിയാൻ സ്ഥലമല്ല. അപ്പോൾ ഈ വീട് അതായത് ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ മകൻ്റെ വീടാണ്. അപ്പോൾ
പിന്നെ പുറത്തേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ നമുക്ക് പാത്രം കഴുകാനുള്ള ഒരു ചെറിയൊരു ഏരിയയും പിന്നെ അതുപോലെ അലക്കാൻ, പിന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ടോയ്ലറ്റ്, പുറത്തുനിന്നുള്ള ടോയ്ലറ്റും ബാത്റൂമും കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് വരുന്നുണ്ട്. രണ്ട് സൈഡിലും ഇത്രയ്ക്ക് സ്ഥലം തന്നെ ഉള്ളൂ കേട്ടോ. രണ്ട് വീട് ചുറ്റും, മുൻപിൽ മാത്രമാണ് കുറച്ച് സ്പേസ് ഉള്ളത്. എന്തായാലും നമ്മൾ അടിയത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പം നമുക്ക് മുകളിൽ എന്തൊക്കെയാണെന്ന് പോയി നോക്കാം. സ്റ്റെയറൊക്കെ നല്ല ഭംഗിയിൽ മരത്തിലും പിന്നെ അതുപോലെ സ്റ്റീലിലും ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളതാട്ടോ. പിന്നെ അതുപോലെ തന്നെ സ്റ്റെപ്പ് കയറി നമ്മൾ ആ ഒരു ലാൻഡിങ്ങിൽ എത്തുമ്പോൾ ആ ജനല കൊടുക്കുന്നതിന് പകരം അവിടെ സ്റ്റീലിൻ്റെ കമ്പിയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ അങ്ങനെ നമ്മൾ കയറി നമ്മുടെ ഹാളിലേക്ക് എത്തി. അതിൽ പ്രത്യേകിച്ച് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഒരു ദിവാൻ കോട്ടുണ്ട്, പിന്നെ ഇങ്ങനെ വെളിച്ചവും കാര്യങ്ങളും നമുക്ക് അകത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ജനാലയും കൊടുത്തിട്ടുണ്ട് കമ്പി കൊണ്ടുള്ളത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ബെഡ്റൂമും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മുകളിൽ ഒരു ബെഡ്റൂം മാത്രമേ ഉള്ളൂ കേട്ടോ, താഴെ 2 ബെഡ്റൂം, മൊത്തം 3 ബെഡ്റൂമാണ് ഈ ഒരു വീടിനുള്ളത്. പിന്നെ താഴെ കിടക്കുന്നത് നമുക്ക് ഹൗസ് വാമിങ് കിട്ടിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അതൊന്നും റെഡിയാക്കി ശരിക്ക് വെച്ചിട്ടില്ല, കുടിയിരിക്കൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളും കഴിഞ്ഞിട്ട് സാവധാനം ഒരു വെക്കുണ്ടാവും. എന്തായാലും നമുക്ക് ബാക്കി കാഴ്ചകളും കൂടെ കാണാം. ഇനി നമുക്ക് ഈ ഒരു വീട്ടിലെ കോമൺ ടോയ്ലറ്റ് ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കോമൺ ടോയ്ലറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വിശാലമായിട്ട് കുളിക്കാനും ബാത്റൂം കാര്യങ്ങൾക്കും പിന്നെ അതുപോലെ വാഷ് ബേസും കാര്യങ്ങളും എല്ലാം ഇതിലുണ്ട് കേട്ടോ. പിന്നെ റൂമിലുള്ളത് അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ താഴെ ഒന്നുള്ളത് അറ്റാച്ച്ഡ് ആയിട്ടും പിന്നെ മുകളിലുള്ളത് കോമൺ ആയിട്ടാണ്. പിന്നെ പുറത്താണ് ഒന്നുള്ളത്. അപ്പോൾ ഇത്രയും വിശാലമായിട്ട് നമുക്ക് നീണ്ടു നിവർന്ന് കുളിക്കാം. അപ്പം നല്ല ഭംഗിയിലും അതും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ പുറത്ത് ഇങ്ങനെ ഒരു സ്പേസും കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് അലക്കിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആറിടാനുള്ള ഒരു ഏരിയയും കൂടെ ഉണ്ട്. അപ്പം അതിൻ്റെ മുകളിൽ ഷീറ്റൊക്കെ ഇട്ട് നല്ല രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒക്കെ നമുക്ക് ഇതിൻ്റെ താഴെ ഇട്ടാൽ മതി. ഇവിടെ അടുത്തായിട്ട് തന്നെ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് വാഷിംഗ് മെഷീനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നേരെ വീണ്ടും ഞാൻ ഹാളിലേക്ക് എത്തി. ഹാളിൽ നിന്ന് പിന്നെ നേരെ പോകുന്നത് ചെറിയൊരു ബാൽക്കണി ഉണ്ട്. ചെറിയൊരു ബാൽക്കണി ഉള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെ ചെറിയൊരു ബാൽക്കണിക്ക് കൂടെ എത്തും. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക. വീഡിയോ എങ്ങനെയുണ്ടെന്ന് കൂടെ പറയുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതാണ്. അപ്പോൾ ഓക്കെ.